സുജയ, ഈ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിർത്തിയിൽ സുസജ്ജമാണ് ഇന്ത്യൻ സേന, സൈനികേതര നീക്കങ്ങളിലും സുസജ്ജമാണ്. തീർച്ചയായും പൂർണ്ണമായും സജ്ജമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം അല്പസമയം മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്ന് വന്നിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് പറഞ്ഞത് ജയ്സാ ആപ് ചാത്തായെ വൈസാ ഹോക്കർ രഹേഗ, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ രാജ്യത്ത് 26 വിനോദസഞ്ചാരികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ അതൊരു ഭീകരാക്രമണം തന്നെയാണ്. ആ ഭീകരാക്രമണത്തിന് വഴിമരുന്നിട്ട പാകിസ്ഥാനിലെ ഭീകരതയുടെ കേന്ദ്രത്തെ ഹാഫിസ് സയ്യിദ് അടക്കമുള്ള മുഴുവൻ ഭീകരരെയും ഇല്ലാതാക്കണമെന്നതാണ് ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയോടെ ഒക്കെ ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് സംസാരിക്കുന്നത് പാകിസ്ഥാൻ കാണിച്ച നെറുകേടിന് ഇന്ത്യ എന്ത് മറുപടി കൊടുക്കും എന്നതിനെക്കുറിച്ചാണ്. അത് സാധാരണക്കാർക്കിടയിൽ പോലും സംസാര വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിവരങ്ങളെല്ലാം അവർ ആകാംക്ഷയോടെ ഇരുന്ന് കാണുന്നതും. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് എന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ലൂപ്പ് ഹോൾസ് നമുക്കൊരു സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ആകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആദ്യം മുതൽ ഒന്നൊന്നായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം തീർക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോയത്. ഇവിടെ പാകിസ്ഥാന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് വലിയ തിരിച്ചടിയാണ് നമ്മൾക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നത്. ആ തിരിച്ചടി എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള അട്ടർ കൺഫ്യൂഷനിലാണ് പാകിസ്ഥാന് ഏതൊക്കെ തരത്തിൽ അവരുടെ ചാരസംഘടനയെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിൽ അവർ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ പാകിസ്ഥാന് ഈ വിവരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് മോദി ഒന്നും പറയാത്തത്, എന്താണ് ഓപ്പറേഷന്റെ ശൈലി എന്ന് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും മറുപടി പറയുന്നില്ല. പക്ഷേ രാജ്നാഥ് സിംഗ് അല്പസമയം മുൻപ് നടത്തിയ പ്രസ്താവന, ദില്ലിയിലെ പ്രസ്താവന, ഞാൻ അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. എന്താണോ ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ആ തിരിച്ചടി കൊടുത്തിരിക്കും എന്നുള്ളതാണ് ഉറപ്പ്. ഇവിടെ പാക് സമ്പദ് വ്യവസ്ഥയെ ആകെ ഞെരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുതന്നെയാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബിൽഡപ്പ് ആദ്യം തന്നെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നുള്ള പിന്മാറൽ അത് പൂർണ്ണമായും നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇപ്പോൾ ഡാമുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന നീക്കമടക്കം. അത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ഈ സിന്ധു നദീജല കരാർ നിലനിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിക്കുന്നു, ഇക്കാര്യത്തിൽ ഇടപെടണം, മീഡിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാനെ ഇന്ത്യയുമായുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാൻ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനുള്ള നീക്കമായിരിക്കും. ആദ്യം പാകിസ്ഥാനിലേക്ക് വരുന്നു, അതിനുശേഷം ഇങ്ങോട്ടേക്ക് വരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്കൊന്നും ഇന്ത്യ നിന്ന് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സ്കോപ്പ് അല്ല ഇന്ത്യ ഇപ്പോൾ കാണുന്നത്. മരുന്ന് വിതരണം നിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് അത് പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഷിപ്പിംഗ് ഇല്ല, എയർലിഫ്റ്റിംഗ് ഇല്ല. അങ്ങനെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഞെരുക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും, പാകിസ്ഥാൻ എന്നല്ല ഏത് രാജ്യത്തിനായാലും അതിന്റെ സമ്പദ് വ്യവസ്ഥ ഞെരുങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അനങ്ങാൻ പോലും പറ്റില്ല. ഇപ്പോൾ തുർക്കിയുടെ ഒരു കപ്പൽ വന്ന് വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, മരുന്നുകൾ അത് എത്ര കാലം തുർക്കിക്ക് ചെയ്യാൻ പറ്റും? ഗ്രീസ് തുർക്കിക്കെതിരെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ തുർക്കി പിന്മാറും. മാത്രമല്ല നാറ്റോ രാജ്യമായ തുർക്കിക്ക് നാറ്റോ തീരുമാനം അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തുർക്കിക്ക് പൂർണ്ണമായും ഞങ്ങൾ പാകിസ്ഥാനൊപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹായിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ കമ്പൈൻഡ് ഫോഴ്സസിന് ഓരോ സേനാ മേധാവിമാരെയും വിളിച്ചു നടത്തുന്ന ചർച്ചകൾ അതൊരു ഫ്രീ ഹാൻഡാണ് തന്നിരിക്കുന്നത് എന്നത് ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സേനാ വിഭാഗങ്ങളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന സന്ദേശം പാകിസ്ഥാന് ഒന്നിന് പിന്നാലെ ഒന്നായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന എയർ ചീഫ് മാർഷലുമായിട്ടുള്ള യോഗവും അതിന്റെ തുടർച്ച തന്നെയാണ്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഡ് ഓഫ് ഓപ്പറേഷൻ, ടൈം, ടാർഗറ്റ് അതെല്ലാം സൈന്യമായിരിക്കും തീരുമാനിക്കുക എന്നത്. ഇവിടെ ഞാൻ കാണുന്ന സാധ്യത പോസിബിലിറ്റി ഓഫ് ഒക്യുപ്പൈങ് POK തന്നെയാണ്. പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്നത് അത് തിരിച്ചു പിടിക്കുന്നതിന് ഇതിലും നല്ല ഒരു അവസരം ഇന്ത്യക്ക് കിട്ടാനില്ല. കാരണം പാകിസ്ഥാൻ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. നിങ്ങൾ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗമായി ചേരേണ്ട, ഇന്ത്യൻ മണ്ണിനോട് ചേരേണ്ട കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. അത് പാകിസ്ഥാന് ഭാഗമായിരിക്കുന്ന, ഇപ്പോൾ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പ്രധാനമന്ത്രിയോ എന്തുമായിക്കോട്ടെ പാക് ഒക്യുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഭീകരർ ഇപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇന്ന് പുറത്തേക്ക് വരികയാണ്. അത് സെലക്റ്റീവ് ലീക്കേജ് ആണ്. ഈ വിവരം പുറത്തേക്ക് വരണം. പാകിസ്ഥാന് കൃത്യമായ സൂചന. അതുകൊണ്ടാണ് പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശീലനവും എല്ലാം നടത്തുകയും അതുപോലെ തന്നെ ഒരു ഇവാക്യുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെല്ലാവരെയും സന്നദ്ധരാക്കുന്നത് എന്തുകൊണ്ടാണ്? ഭീകരർ അവിടേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ ശ്രീലങ്കയിലാണ് എന്നുള്ള വിവരം തെറ്റാണെന്ന് പറയുന്നു. അതോടൊപ്പം പാക് ഒക്യുപ്പൈഡ് കശ്മീരിലേക്ക് അവർ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവിടേക്ക് കടന്നിരിക്കുന്നു എന്ന സൂചനകളൊക്കെ പുറത്തേക്ക്
ഇന്ത്യയിലേക്ക് വരുന്നത് അത് കൃത്യമായി ലക്ഷ്യം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം കാണാൻ. അതോടൊപ്പം തന്നെ അതിർത്തിയിലെ ബങ്കറുകൾ എല്ലായിടങ്ങളിലും ഇപ്പോൾ പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംശയം തോന്നിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഇപ്പോൾ NIA-യുടെയും അതുപോലെ തന്നെ സംയുക്ത ഓപ്പറേഷനാണ് NIA-യും BSF-ഉം CRPF-ഉം ചേർന്ന് നടത്തുന്ന സംയുക്ത ഓപ്പറേഷനിൽ സംശയം തോന്നിയിട്ടുള്ള ആളുകളെ അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് അറ്റ് ഇറ്റ് സ്പീക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലാണ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവരശേഖരണം പൂർത്തിയാക്കി എവിടെയൊക്കെയാണോ ലൂപ്പ് ഹോൾസ് ഉള്ളത് അതെല്ലാം പൂർണ്ണമായും അടച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തുന്നത്. അതോടൊപ്പം BLA ബലൂജ് ലിബറേഷൻ ആർമിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഓപ്പറേഷൻ ഒരു ഭാഗത്ത് സൈമിൾട്ടേനിയസ് ആയി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 നീക്കങ്ങൾ ഒരേപോലെ നടത്തിക്കൊണ്ടിരിക്കുക. പാക് ഒക്യുപൈഡ് കശ്മീർ, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ. അവിടെ ബലൂചിസ്ഥാൻ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. 1971 നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അന്ന് 90,000 യുദ്ധ തടവുകാരെയാണ് അങ്ങോട്ട് കൈമാറിയത്, പാകിസ്ഥാന് കൈമാറിയത്. അതുപോലെയൊന്നും നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ കൃത്യമായി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡിഫൻസ് ഒന്നും ആയിരിക്കില്ല നരേന്ദ്രമോദി ചെയ്യാൻ പോവുക. അതൊരു അറ്റാക്ക് തന്നെയായിരിക്കും. അതിൽ ഹാഫിസ് സെയ്ദ് മാത്രമാകും ലക്ഷ്യമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഹാഫിസ് സെയ്ദിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്ന കാലത്ത് നിന്ന് കുറേയേറെ മുന്നിലേക്ക് നമ്മളും പാകിസ്ഥാനും വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരരുണ്ട്, ഞങ്ങൾ ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്നവരാണ്, ഫണ്ട് ചെയ്യുന്നവരാണ് എന്ന ആ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെ ലോകത്തോട് തുറന്നു പറയുമ്പോൾ പിന്നെ അതിനെ ഇല്ലാതാക്കുക അത് ഇന്ത്യയുടെ ദൗത്യമാണ്. ഇന്ത്യ ആ ദൗത്യം നിർവഹിച്ചേ മതിയാകൂ. ഇപ്പോൾ കറാച്ചി തുറമുഖത്തിനടുത്ത് പാകിസ്ഥാൻ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾക്കായി ലക്ഷ്യമിടുന്നത് കറാച്ചി തുറമുഖമാണ്. പക്ഷേ അവിടെ തുർക്കിയുടെ കപ്പലല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ കപ്പൽ എടുക്കുമെന്നോ സഹായിക്കുമെന്നോ ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുകയില്ല. കാരണം ഇന്ത്യയെ പിണക്കാനൊന്നും മറ്റൊരു രാജ്യവും ഈ ഘട്ടത്തിൽ തയ്യാറാവുകയില്ല. വെടിനിർത്തൽ കരാർ ലംഘനം ഇപ്പോൾ 10 ദിവസമായി പാകിസ്ഥാൻ തുടരുന്നത് പേടിച്ചിട്ടാണ്. വേറൊരു മാർഗവുമില്ലാതെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിട്ടുപോകരുതാത്ത ഒരു പേരുണ്ട്, അത് അജിത് ദോവലിൻ്റെതാണ്. ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആണ് അജിത് ദോവൽ. ഇതിനകം തന്നെ അദ്ദേഹം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അതുകൊണ്ട് വേഴ്സ്റ്റ് കേസ് സെനാരിയോ, അതായത് ഒരു ഓൾ ഔട്ട് വാർ വന്നാൽ പോലും ഇന്ത്യക്കൊന്നും പേടിക്കേണ്ടതില്ല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻഡ്സ് ഓഫ് ദെയർ ബിയോണ്ട് ദെയർ ഇമാജിനേഷൻ എന്ന് പറയുന്നത് സംഭവിക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് കൂടുതൽ അപായം സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു ബിൽഡപ്പിലേക്ക് പൂർണ്ണമായും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡ് മാത്രമാണത്. അതിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. 1.4 ബില്യൺ ഇന്ത്യക്കാരും ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ ശത്രു രാജ്യമായി പാകിസ്ഥാൻ മാറുകയാണെങ്കിൽ ആ രാജ്യത്തെ, ആ ശത്രുതയുണ്ടാക്കുന്ന ഭീകരരെ നേരിട്ട് ആക്രമിക്കുക, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക. പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരല്ല, പക്ഷേ പാകിസ്ഥാനിലെ ഭീകരതയ്ക്കെതിരാണ് നമ്മുടെ രാജ്യം. Meet the editors.